ധർമ്മരാജാക്കന്മാരുടെ സംഗീതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മുഴങ്ങിയ ആ ഒരു സിംഫണിയെക്കുറിച്ചാണ്. ഈ കാണുന്ന പുരാതന ശ്ലോകമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ എല്ലാം കേന്ദ്രബിന്ദു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഈ വാക്കുകളിൽ നിന്നാണ്. അതെ, ഇവിടെ നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. ശരി, നമുക്കിതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഒറ്റ നോറ്റത്തിൽ ഇത് കുറേ പേരുകളാണെന്ന് തോന്നാമല്ലേ? പക്ഷേ ഇതങ്ങനെയല്ല. വെറുമൊരു ലിസ്റ്റല്ല ഇത്. ഓരോ പേരിനും ഓരോ ശബ്ദത്തിനും പിന്നിൽ ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഒരു യുദ്ധത്തിന്റെ ഗതി തന്നെ നിർണയിക്കുന്ന പ്രഖ്യാപനങ്ങളാണിത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണെന്ന് സങ്കല്പിക്കുക. രണ്ട് മഹാസേനകൾ നേർക്കുനേർ നിൽക്കുകയാണ്. അവർ പുറപ്പെടുവിക്കുന്ന ആദ്യത്തെ ശബ്ദങ്ങളുണ്ടല്ലോ, അത് അവരെക്കുറിച്ച് എല്ലാം തന്നെ വെളിപ്പെടുത്തും. നോക്കൂ, കൗരവപക്ഷത്തു നിന്ന് ഉയർന്നതെന്താണ്? ഒരു കോലാഹലം. എണ്ണത്തിൽ ഒരുപാടുണ്ട്, ശരി തന്നെ. പക്ഷെ അതിനൊരു വ്യക്തിത്വമില്ല, ഒരു ബഹളം മാത്രം. എന്നാൽ പാണ്ഡവരുടെ കാര്യം അങ്ങനെയല്ല. അതൊരു സിംഫണിയായിരുന്നു. കൃത്യമായ ഓരോരുത്തർക്കും അവരവരുടേതായ സ്ഥാനമുള്ള ഒരുമയോടെയുള്ള ഒരു സിംഫണി. ശരിക്കും പറഞ്ഞാൽ ഒരു ബഹളവും ഒരു സംഗീതവും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണിത്. അപ്പോ പാണ്ഡവരുടെ ഈ സിംഫണിയുടെ യഥാർത്ഥ ശക്തി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ശ്ലോകത്തിലെ വാക്കുകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇവിടെ ഓരോ വാക്കും ഓരോ രഹസ്യം സൂക്ഷിക്കുന്നുണ്ട്. ഈ പട്ടികയിലേക്ക് ഒന്ന് നോക്കിയേ. ഈ പുരാതന ഭാഷ, അതായത് സംസ്കൃതം, എങ്ങനെയാണ് ഓരോ കഥാപാത്രത്തെയും അവരുടെ വംശത്തെയും എന്തിന് അവരുടെ കയ്യിലിരിക്കുന്ന ആ ശംഖുകളെ വരെ ബന്ധിപ്പിക്കുന്നതെന്ന് കാണുന്നില്ലേ? ഇത് വെറും വാക്കുകളല്ല, ഇവ ഓരോന്നും ഓരോ ഐഡന്റിറ്റിയാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ കഥയുടെ ഹൃദയത്തിലേക്ക് പോകാം. ഈ ശ്ലോകത്തിൽ പറയുന്ന 3 യോദ്ധാക്കൾ, അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്തുകൊണ്ടാണ് അവരുടെ ശബ്ദങ്ങൾ ഇത്രയേറെ പ്രധാനപ്പെട്ടതാവുന്നത്? നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ ആദ്യത്തെ ആൾ യുധിഷ്ഠിരനാണ്. ആരാണ് യുധിഷ്ഠിരൻ? പാണ്ഡവരിലെ ഏറ്റവും മൂത്ത സഹോദരൻ, ധർമ്മത്തിന്റെ നേർരൂപം എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ ശംഖിന്റെ പേരിനു പിന്നിൽ വളരെ ആഴത്തിലൊരു അർത്ഥമുണ്ട്. അനന്തവിജയം, അതായത് ഒടുങ്ങാത്ത വിജയം. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്: അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് ഒരു താൽക്കാലിക നേട്ടത്തിനല്ല, മറിച്ച് ധർമ്മത്തിന്റെ എക്കാലത്തേക്കുമുള്ള ശാശ്വതമായ വിജയത്തിനു വേണ്ടിയാണ്. യുധിഷ്ഠിരന്റെ സ്വഭാവം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. സ്വന്തം രാജ്യം നഷ്ടപ്പെട്ടപ്പോഴും സത്യത്തിൽ നിന്ന് ഒരു തരി പോലും അദ്ദേഹം മാറിയില്ല. സത്യത്തോടുള്ള ആ ഒരു ഉറച്ച നിലപാട്, അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ശംഖിന്റെ ശബ്ദത്തിന് അത്രയേറെ ഗാംഭീര്യവും പ്രചോദനവും നൽകിയത്. ചുരുക്കി പറഞ്ഞാല് അത് വെറുമൊരു ശബ്ദമായിരുന്നില്ല, അത് ധർമ്മത്തിന്റെ തന്നെ ശബ്ദമായിരുന്നു. ഇനി അടുത്തയാൾ നകുലൻ. ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പുരുഷനെന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അദ്ദേഹത്തിന്റെ ആ സൗന്ദര്യം പോലും യുദ്ധഭൂമിക്ക് ഒരു പ്രത്യേക ശബ്ദം നൽകി. അദ്ദേഹത്തിന്റെ ശംഖിന്റെ പേര് സുഘോഷം, അതായത് മധുരമായ ശബ്ദമുള്ളത്. ഇത് അദ്ദേഹത്തിന്റെ സൗമ്യമായ സ്വഭാവവുമായി എത്ര നന്നായി ചേർന്നു പോകുന്നു അല്ലേ? ഇതിലൂടെ നമുക്ക് കിട്ടുന്നൊരു സന്ദേശമുണ്ട്: മധുരം എന്നത് ഒരു ബലഹീനതയല്ല. യുദ്ധം പോലുള്ള കഠിനമായ സാഹചര്യങ്ങളിൽ പോലും സൗന്ദര്യത്തിന് അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു ആ ശബ്ദം. അപ്പോ നകുലന്റെ സംഭാവന വെറും സൗന്ദര്യം മാത്രമായിരുന്നെന്ന് കരുതരുത്. കുതിരകളെ മെരുക്കുന്നതിലും വാൾപ്പയ്യേറ്റിലുമെല്ലാം അദ്ദേഹം ഒരു അസാമാന്യ കഴിവുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ആ സൗമ്യമായ സ്വഭാവവും മധുരമായ ശംഖനാദവും പാണ്ഡവരുടെ ആ സിംഫണിക്ക് ഒരു പ്രത്യേക ശക്തി നൽകി. ഇനി ഈ കൂട്ടത്തിലെ അവസാനത്തെ ആൾ സഹദേവൻ, സഹോദരന്മാരിൽ ഏറ്റവും വലിയ ജ്ഞാനി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായി അറിയാമായിരുന്നിട്ടും തന്റെ കടമ നിർവഹിക്കാനായി പോരാടാൻ തീരുമാനിച്ചൊരാൾ. അദ്ദേഹത്തിന്റെ ശംഖിന്റെ പേര് മണിപുഷ്പകം, അതായത് രത്നം പതിച്ച പുഷ്പം. എന്തു മനോഹരമായ പേരാണല്ലേ! അദ്ദേഹത്തിന്റെ ആ വിലയേറിയ മനോഹരമായ ജ്ഞാനത്തെയാണ് ഈ പേര് പ്രതിഫലിപ്പിക്കുന്നത്. ഏറ്റവും മോശമായ വൃത്തികെട്ട സാഹചര്യങ്ങളിൽ പോലും സത്യത്തിന് അതിൻ്റെതായ പ്രസക്തിയുണ്ടെന്ന ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അത്. സഹദേവന്റെ പങ്ക് ഈ യുദ്ധത്തിൽ വളരെ നിർണായകമായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്: അദ്ദേഹവും തന്റെ ഇരട്ട സഹോദരനായ നകുലനും ഒരുമിച്ചാണ് ശംഖമുഴക്കിയത്. അത് അവരുടെ തമ്മിലുള്ള ആ അഭേദ്യമായ ബന്ധത്തിന്റെ, അവരുടെ ഐക്യത്തിന്റെ വളരെ ശക്തമായൊരു പ്രതീകം കൂടിയായിരുന്നു. ശരി, ഇതുവരെ നമ്മൾ ഓരോ വ്യക്തികളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടിലേക്ക് വരാം. ഈ വളർന്നുവരുന്ന സിംഫണിക്ക് പിന്നിലെ ആഴത്തിലുള്ള അർത്ഥങ്ങളും അതിന്റെ ഒരു പ്രത്യേക ക്രമവുമൊക്കെ നമുക്ക് നോക്കാം. ഈ ക്രമം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പാണ്ഡവരുടെ ഈ പ്രഖ്യാപനം ഒരു ഗാനം പോലെ പടിപടിയായി ഉയർന്നു വരുന്നത് കാണാം.
ആദ്യം കൃഷ്ണനും അർജുനനും, പിന്നെ ഭീമൻ, ഇപ്പോൾ യുധിഷ്ഠിരനും ഇരട്ടകളും. കണ്ടില്ലേ, ഓരോ യോദ്ധാവും അവരവരുടെ ഊഴമനുസരിച്ച് ആ വലിയ ഗാനത്തിൽ കൃത്യമായി പങ്കുചേരുകയായിരുന്നു. 8. ഇതുവരെ നമ്മൾ 8 ശംഖുകളുടെ പേരുകളാണ് കേട്ടത്. കൗരവപക്ഷത്തെ ആ ഒരെണ്ണം കൂടി ഉൾപ്പെടെയാണിത്. ഓരോ പുതിയ ശബ്ദം കൂടിച്ചേരുമ്പോഴും പാണ്ഡവരുടെ ആ മറുപടിയുടെ ശക്തിയും വ്യാപ്തിയും എത്രമാത്രമാണ് വർദ്ധിക്കുന്നതെന്ന് ഓർത്തുനോക്കൂ. ഇനി ഇതിലൊരു രസകരമായ കാര്യം കൂടിയുണ്ട്. ഈ യോദ്ധാക്കളെ പരിചയപ്പെടുത്തുന്നതിന് ഒരു പ്രത്യേക ക്രമം തന്നെയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓരോരുത്തരെയും തിരിച്ചറിയുന്നത് അവരുടെ പദവിയോ സ്വഭാവഗുണമോ അനുസരിച്ചാണ്. കൃഷ്ണനെ ദൈവിക സ്വഭാവം കൊണ്ടും അർജുനനെ നേട്ടങ്ങൾ കൊണ്ടും ഭീമനെ ശാരീരിക ഗുണങ്ങൾ കൊണ്ടും ഇപ്പോൾ യുധിഷ്ഠിരനെ അദ്ദേഹത്തിന്റെ പദവിയും വംശവും കൊണ്ടുമാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് വെറും പേരുകൾ പറയുകയല്ല, മറിച്ച് ധർമ്മത്തിനുള്ളിലെ ഒരു ചിട്ടയും ശ്രേണിയുമൊക്കെയാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. അപ്പോ നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ പുരാതന ശ്ലോകത്തിലെ ഇത്രയും വലിയ പാഠങ്ങളെ നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതവുമായി എങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയും? നമുക്ക് നോക്കാം. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ പങ്ക് എന്താണെന്ന് അറിയുക. ഒരു രാജാവാണെങ്കിൽ പോലും അതിനു മുകളിൽ ഒരു അധികാരമുണ്ട്. രണ്ടാമതായി, നിങ്ങളുടെ കയ്യിലുള്ള സവിശേഷമായ കഴിവ് എന്താണോ അത് കൊണ്ടുവരിക. അത് സൗന്ദര്യമോ ജ്ഞാനമോ ആകട്ടെ, ശക്തി പോലെ തന്നെ അതും പ്രധാനമാണ്. പിന്നെ ഏറ്റവും പ്രധാനമായി ആ ഗാനത്തിൽ പങ്കുചേരുക. കാരണം ധർമ്മം എന്നത് ഒരു കൂട്ടായ പരിശ്രമമാണ്. ഒന്നോർക്കുക, ധർമ്മത്തിനു വേണ്ടിയുള്ള പോരാട്ടം എപ്പോഴും ശാശ്വതമായ ഒന്നിനു വേണ്ടിയുള്ളതാണ്. അതൊരിക്കലും വെറുതെ ആവില്ല. ഒന്ന് കണ്ണടച്ച് കേട്ടു നോക്കൂ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കുരുക്ഷേത്രയിൽ മുഴങ്ങിയ ആ ശബ്ദം അതിപ്പോഴും ഇവിടെ എല്ലാം പ്രതിധ്വനിക്കുന്നുണ്ട്. നമുക്കത് കേൾക്കാൻ കഴിയും. അപ്പോ അവസാനമായി എന്റെ ചോദ്യം ഇതാണ്: ഈ ലോകമെന്ന വലിയ സിംഫണിയിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ശബ്ദം എന്തായിരിക്കും? നിങ്ങളുടെ സംഭാവന എന്തായിരിക്കും? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.